ഹലോ, ഞങ്ങളെത്തി. ഇല്ല, ജംഗ്ഷൻ വരെ ഒരു ഓട്ടോ കിട്ടി. ആ, വിനോദുണ്ട്, കൊടുക്കാം. നീ ഇന്നലെ എത്തിയല്ലേ? ഇല്ലടാ, 4 ദിവസത്തെ ലീവ്. ഓ, അവനും അത് തന്നെ. ഞങ്ങളൊരു 10 മണിക്ക് എത്താം. നീ അങ്ങോട്ട് വാ. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർക്കുമ്പോൾ എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? വാ, എഴുന്നേൽക്ക്, നമുക്ക് പോകാം. ചേച്ചി വൈകിട്ട് വീട്ടിലേക്ക് സൈക്കിൾ വരികയായിരുന്നു. എതിരെ വന്ന ലോറി ഇടിച്ചതാണ്. ആശുപത്രിയിൽ എത്തിയില്ല. അതിനു മുമ്പേ പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു ചിതയൊരുക്കിയത്. തലേ ദിവസം കൂടി ചേച്ചി നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ചേച്ചിയുടെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് പലരും പറഞ്ഞു. പ്രത്യേകിച്ച് ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നവർ. ചേച്ചി പ്രതികരണ വേദിയിൽ മെമ്പറായിരുന്നല്ലോ. പുഴയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ജാഥകളും പിക്കറ്റിങ്ങും നടത്തിയിരുന്നു. മരിക്കുന്ന പുഴയെ വിഷയമാക്കി അവരൊരു തെരുവുനാടകം കളിച്ചിരുന്നു. പുഴ ചേച്ചിക്ക് അത്രയും ജീവനായിരുന്നു. നിങ്ങളൊക്കെ പോയപ്പോൾ ചേച്ചി ശരിക്കും ഒറ്റയ്ക്കായി. അവൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വള്ളി വിടാതെ പറയും. സത്യത്തിൽ അവൾ വിളിക്കുമ്പോഴൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ജോലി, അതിൻ്റെ പ്രഷർ. ജീവിക്കാനായി ഓരോ വേഷങ്ങൾ കിട്ടി. ഇനി എങ്ങനെയെങ്കിലും നാട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴൊന്നും അവളുടെ പ്രാരാബ്ദങ്ങളെക്കുറിച്ച് പറയാറില്ല. വീട്ടിലെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ പഠിക്കാൻ പോയില്ല. ചേച്ചിക്ക് അതിൽ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് വീട് നോക്കാനായിരുന്നു തിടുക്കം. പിന്നെ ഫാക്ടറിയിലേക്ക് പണിക്ക് പോയി തുടങ്ങി. കുറച്ച് കൃഷിയും. ഗൗതമേട്ടൻ ഒരിക്കൽ ചേച്ചി വിളിച്ചിരുന്നു ബാംഗ്ലൂരിലേക്ക്. അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒപ്പം പഠിപ്പും നടക്കും. എന്തോ ചേച്ചിക്ക് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഗൗതമേട്ടൻ നാട്ടിൽ വന്നിട്ട് ഒരു തവണ ഇവിടെ വന്നിരുന്നു. ഇനി നാട്ടിൽ കൂടുകയാണെന്നും കുറച്ച് കൃഷിയുള്ള ചെയ്യണമെന്നും ഈ നാടിനു വേണ്ടി ജീവിക്കുകയാണെന്നൊക്കെ ചേച്ചിയോട് പറയുന്നത് കേട്ടു. ഗൗതമൻ തറവാട്ടിലുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും അവന് സംഭവിച്ചെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇതുപോലൊരു പ്രൊഫഷൻ വിട്ടിട്ട് അവൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ് ആ കമ്പനി 1 വർഷം കൊണ്ട് 50% വളർച്ചയുണ്ടാക്കിയത്. പണ്ട് ഞങ്ങൾ 5 ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പോൾ എവിടെയൊക്കെയോ വിള്ളൽ വീണതുപോലെ. എടി പെണ്ണേ, ഞാനടി ചെക്കന്മാരുടെ കൂടെ കളിക്കാൻ ഏറി പോടി അവിടുന്ന്. പണ്ടും ഞങ്ങളുടെ സൗഹൃദത്തിൽ എല്ലാവർക്കും അസൂയായിരുന്നു. അമ്മയെ കാണാൻ നിൽക്കണില്ല, ഞങ്ങൾ ഇറങ്ങാം. ശരി മനോ.
ശരി. ഈ താഴ്വാരത്തിൽ കളിച്ചു നിർത്തവരിൽ ഒരാൾ പോയി. പക്ഷെ എന്തോ ആ മരണത്തിലൊരു ദുരൂഹത ഉള്ളതുപോലെ. വലിയ വലിയ ആളുകളുടെ ആയിരുന്നല്ലോ അവളുടെ പ്രതിഷേധം. പുഴ നശിക്കുന്നതിൽ നമുക്കും ദുഃഖമുണ്ട്. പ്രതികരിക്കാനറിയാത്ത വെറും ഷണ്ടന്മാരാണല്ലോ നമ്മൾ. അവൾ പ്രതികരിച്ചു. എങ്കിലും അവൾ നമ്മളെ വിട്ടുപോയി എന്ന് കരുതാൻ മനസ്സനുവദിക്കുന്നില്ല. കഴിഞ്ഞ മാസം അവൾ വിളിച്ചിരുന്നു. നമ്മുടെ ആ സഖാവ് മാഷില്ലേ, നമ്മളെ UP-യിൽ പഠിപ്പിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് തകരാറിലാണെന്നും ഓപ്പറേഷന് കുറച്ച് പണം അയച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ പിന്നെ ഞാനത് മറന്നു. അവൾ എന്നെയും വിളിച്ചിരുന്നു. നമ്മുടെ ആ തെങ്ങേറാൻ പോകുന്ന രാഘവേട്ടൻ്റെ മോളുടെ കാല് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മുറിച്ച് കളഞ്ഞു അത്രേ. ശരിയാണ്. വായനശാലയിലേക്ക് പുസ്തകം, സ്കൂളിലേക്ക് മൂത്രപുര നിർമ്മാണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. എന്നിട്ടും അവളുടെ വീട് പട്ടിണിയിലായിരുന്നു. യൂണിയൻ പ്രശ്നം കാരണം ഫാക്ടറി അടച്ചപ്പോൾ സ്വന്തമായി കൃഷി ചെയ്താ അവൾ ഈ മണ്ണിൽ പിടിച്ചു നിന്ന്. ശരിയാ, അവൾക്ക് ഈ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അവൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെങ്കിലും. ലീവ് 2 ദിവസം കൂടി നീട്ടാം. സഖാവ് മാഷെ ഒന്ന് പോയി കാണണം. എന്തായാലും ഗൗതമൻ്റെ വീട് വരെ ഒന്ന് പോകണം. അവനും ഈ മണ്ണിൽ തന്നെ വേരുറപ്പിക്കുന്നുണ്ടല്ലോ. ആരാ? ഗൗതമന്റെ സുഹൃത്തുക്കളാ. ഗൗതമേട്ടൻ 2 ദിവസമായി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഏട്ടന്റെ അമ്മയും പെങ്ങളും കൂടി കാലത്ത് എങ്ങോട്ട് പോകുന്നത് കണ്ടു. സഖാവ് മാഷ് ഇങ്ങോട്ട് വന്നോ? ആരാ? നിങ്ങളോ? നിങ്ങളെപ്പോൾ വന്നു? കൂട്ടുകാരിയുടെ കാര്യമറിഞ്ഞ് വന്നതാവും. കൂട്ടത്തിലൊരാൾ പോയില്ലേ? മാഷ്കിപ്പോ എങ്ങനെയുണ്ട്? വയ്യടോ, ഒരുപാട് നടന്നു നടന്ന് വയ്യാണ്ടായി. ഇത്ര നാളും ആ കുട്ടി കൂട്ടിനുണ്ടായിരുന്നു. ഇപ്പോൾ അവളും പോയി. കൊന്നതാ അവളെ. അവളൊരു തവണ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മാഷിക്കെന്തോ ഓപ്പറേഷൻ ഉണ്ടെന്ന്. മാഷേ, ഇത് കുറച്ച് പണമാ, മാഷ് ഇത് വാങ്ങണം. വേണ്ടടോ, അവൾക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയല്ലോ, അത് തന്നെ സന്തോഷം. അവളിവിടെ ഈ പാടത്തും പറമ്പിലും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. പാവം. മാഷേ, അത് നിങ്ങളെ കുറ്റം പറഞ്ഞതല്ലടോ, ഞാൻ പൊതുവായി പറഞ്ഞെന്നേ ഉള്ളൂ. പണം വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മാഷെ, ഞങ്ങൾ ഹോസ്പിറ്റലാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഒരിക്കൽ അവളുടെ കൂടെ ഗൗതമൻ ഇവിടെ വന്നിരുന്നു. ഗൗതമൻ വന്നിരുന്നു അല്ലേ? അവന് വരാതിരിക്കാൻ പറ്റുമോ? അവൻ പണ്ടൻ്റെ കൂടെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നതാ. അവളെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാ അവനും.
നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ ഒരു മരണം വേണ്ടി വന്നുവല്ലേ? അവളൊന്നും മരിക്കില്ലടോ. ഈ ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ അവൾ ഉണ്ടാകും. ഞാൻ നടക്കുക. വൈകിട്ടൊരു പ്രതിഷേധ യോഗമുണ്ട് കീടനാശിനിക്കെതിരെ. പൊഴിഞ്ഞ മണമുള്ളൊരിതളേ, ഈ മണ്ണിൽ മായില്ല നിന്നോർമ്മ ചിത്രം. ഈ വഴിയിൽ പൊഴിഞ്ഞ മണമുള്ളൊരിതളേ, ഈ മണ്ണിൽ മായില്ല നിൻ ഓർമ്മ ചിത്രം. ഒരു നേർത്ത മഴ പോലെ ഞങ്ങൾ പാടാം നിന്റെ സ്വപ്നത്തിൻ വർണ്ണത്തിൻ ഇതളുകൾ. ഒരു നേർത്ത മഴ പോലെ ഞങ്ങൾ പാടാം നിന്റെ സ്വപ്നത്തിൻ വർണ്ണത്തിൻ ഇതളുകൾ. ഈ വഴിയിൽ പൊഴിഞ്ഞ മണമുള്ളൊരിതളേ, ഈ മണ്ണിൽ മായില്ല നിന്നോർമ്മ ചിത്രം. ഈ ലീവ് തീർന്നു. വഴിയിൽ പൊഴിഞ്ഞ എത്ര പെട്ടെന്ന്. വൈകിട്ട് നേരത്തെ കയറ്. ട്രെയിൻ ലേറ്റ് ആവാനൊന്നും ചാൻസ് ഇല്ല. ഗൗതമൻ്റെ പഴയ നമ്പറിൽ വിളിച്ചു നോക്കി. അതിപ്പോൾ നിലവിലില്ല. നാട്ടിലെത്തിയിട്ടും അവനെ ഒന്ന് കാണാതെ. പണ്ട് അവൻ ചൊല്ലിയ കവിതകൾ കേട്ട് ഈ മണലിൽ കിടന്നിരുന്നത്. അത് ഗൗതമനാണോ? ഗൗതമ! അതെ, ഗൗതമൻ. നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികളുണ്ടായിരുന്നു. ഒരു മരണം വേണ്ടി വന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ. നല്ലതാണ്, നല്ലതാണ്. ഗൗതമ, നീ കുറ്റം പറഞ്ഞല്ല, പ്രായോഗിക ജീവിതത്തിനിടയിൽ ഇതൊക്കെ ഒരു ബുദ്ധിശൂന്യതയായിരിക്കാം. ഓരോ മരണങ്ങളും ഓരോരുത്തരെയും ഓരോന്നോർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഈ നാടിനു വേണ്ടി, ഈ മണ്ണിൻ്റെ ആത്മാവിന് വേണ്ടി ഇങ്ങനെയും കുറച്ചു പേർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ലോകമറിയുന്നൊരു കാലമുണ്ടാകും. സുഹൃത്തുക്കളെ, പോകട്ടെ, തിരക്കുണ്ട്. നിൽക്കുക ഗൗതമ. മനസ്സിലാവുന്നില്ലോ നിന്നെ. മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ നടിക്കുന്നു. സ്വന്തം സുഹൃത്ത് തലമുറയിട്ട് കരയുമ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് ഇതൊന്നും മനസ്സിലാവില്ല. ഗൗതമ, നീ ഇനി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇതുപോലൊരു ജോലി, ഇതുപോലൊരു നാട്ടിൽ വിത്ത് വിതച്ച് കിളിർപ്പിക്കാൻ കഴിയുമ്പോൾ വേറെ എങ്ങോട്ട് പോകണം?
അവളുടെ മരണം ചെയ്തു തീർക്കാൻ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടാണ് അവൾ പോയത്. അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും എത്തണ്ടേ? പാതിയാക്കിയവ പൂർത്തിയാക്കാൻ എൻ്റെ ഈ ജീവിതം ഈ നാടിന് കൊടുക്കും. പ്രതികാരങ്ങളല്ല, ഈ നാടിന് വേണ്ടത് ത്യാഗങ്ങളാണ്. ഒന്നും അറിയാനുണ്ടല്ല ഗൗതമ. ജീവിത സാഹചര്യങ്ങളിൽ എവിടേക്കോ കുടുങ്ങി വീർപ്പ് മുട്ടുകയാണ്. നിന്നെ തനിച്ചാക്കി പോകാൻ വിഷമമുണ്ട്, പക്ഷേ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, ഞാൻ നടക്കട്ടെ. ഗൗതമ, നീ തനിച്ചല്ല, ഞങ്ങളുമുണ്ട്. വൈകിയാണെങ്കിലും ഒരു തിരിച്ചറിവ് തന്നതിന് നന്ദി. ഈ നാടിനു വേണ്ടി നിന്റെ ഒപ്പം ഞങ്ങളും. സൂക്ഷിക്കണം, വഴി നിറയെ കല്ലും മുള്ളുമാണ്. നടക്കുവാൻ ഏറെ ദൂരമുണ്ട്, എങ്കിലും നമുക്ക് നടക്കാം. പൊഴിഞ്ഞ മണമുള്ളൊരിതളേ, ഈ മണ്ണിൽ മായില്ല നിന്നോർമ്മ ചിത്രം.